കുറെ വർഷങ്ങളായിട്ട് ഇവിടെ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് തിരിച്ച് ഞാൻ ഒരു KSUവിനെ പ്രതിനിധിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മള് തിരിച്ച് കോൺഗ്രസിന് ഭരണം. ക്യാമ്പസിലെ KSU നേതാവാണ്. KSU ഇരട്ടപ്പേരുണ്ടോ? ഇരട്ടപ്പേരൊന്നുമില്ല. ഇല്ല. ഓക്കെ, ശരി. അപ്പം നമുക്ക് തിരിച്ച് ഭരണം അവരുടെ കയ്യിൽ നിന്ന് വേണം. കാരണം ഈ ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് ഇവിടെ എന്ത് വികസനമാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് അടുത്ത നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് നമുക്ക് വികസനം കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ സ്ഥാനാർത്ഥി നാട്ടം സുരേഷ് അല്ലേ? ടൈറ്റ് ആയിരിക്കും. മിനിസ്റ്റർ വാസവന് ശക്തനായിട്ട് എതിരാളിയാണ്. ഉറപ്പായിട്ട്. ഓക്കെ, ഇതിനകത്ത് SFIക്കാരുള്ളേ? അതെ. ഓക്കെ, അങ്ങനെയാ ഈ നാട്ടം സുരേഷ് വാസവൻ പോരാട്ടം എങ്ങനെ കാണുന്നു? ഈ മണ്ഡലാണോ വോട്ട്? കോട്ടയം മണ്ഡലമാണ്. ഓക്കെ, കുഴപ്പമില്ല. തൊട്ടടുത്ത മണ്ഡലല്ലേ, അറിയാലോ. അപ്പൊ പറയ്, എങ്ങനെയുണ്ട്? വാസവൻ ചേട്ടൻ ജയിക്കുവോ? ഉറപ്പാണ്. എന്ത് വികസനമാണ് അവർ ചോദിച്ചതാണ്? എന്ത് വികസനമാണ് വാസവൻ ചേട്ടൻ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നുള്ളതാണ് ആ ചോദ്യം. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഇരിക്കുന്ന ഒരാൾ ചോദിക്കുമ്പോ അത് തികച്ചും ഒരു പൊളിറ്റിക്കൽ വ്യൂ ആയിട്ട് അതിനെ ഞാൻ കാണുന്നുള്ളൂ. അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടേ കാണുന്നുള്ളൂ. അല്ലാതെ ഇല്ലാത്ത കാര്യം, വികസനം ഇല്ലാത്തൊരു മണ്ഡലമായി ഏറ്റുമാനൂരിനെ ഞാൻ കാണുന്നില്ല. പ്രകടമായി പറയാൻ പറ്റുന്ന എന്താ ഉള്ളത് വികസനത്തിൽ? പ്രകടമായി പറയാൻ പറ്റാത്ത എന്താണുള്ളത്? അതാണ് പ്രകടമായി പറയാൻ പറ്റാത്ത എന്താ ഉള്ളത്? അതാ ഞങ്ങൾക്ക് പറയേണ്ടത്. എന്താണ് വികസനം ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഉള്ള കാര്യം എനിക്ക് പറയാൻ പറ്റും. എന്താണില്ല? അത് റോഡാണോ, വിദ്യാഭ്യാസമാണോ? ഞാൻ പറയാം, ഇപ്പൊ അവരുടെ പ്രകടന പത്രികയിൽ അവർ 4800 കോടിയുടെ വികസനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 4800 കോടി 48 കോടിയല്ല, 450 കോടിയല്ല, 4800. ഇവരുടെ ഭരണം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കോടിക്കൊന്നും കണക്കില്ല എന്നുള്ള സാധനം വന്നത്. കാരണം മറ്റേ അവിടുന്ന് ബാങ്കിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് 10,000 കോടി കടമെടുത്തു, 20,000 കോടി കടമെടുത്തു. അപ്പോൾ കോടി എന്ന് പറഞ്ഞ സാധനം എന്റെയൊക്കെ ചിന്താഗതിയിൽ പണ്ട് കോടി എന്ന് 1 കോടി എന്ന് വലിയ സംഭവം. ഇത് 1000 കോടി പ്രശ്നമല്ലാതെ. അപ്പൊ ഈ 4000 കോടി പ്രശ്നങ്ങളായി. അത് അവരത്രയും കോടി എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാതെ. അപ്പൊ 4800 കോടിയുടെ വികസനം എന്ന് പറയുമ്പോൾ 4800 കാണിക്കാൻ വേണ്ടിയുള്ള വികസനങ്ങൾ വേണം. ഇവരുടെ പത്രികയ്ക്കകത്ത് ഞാൻ വായിച്ച കാര്യങ്ങളാണ്. മെഡിക്കൽ കോളേജ് പണിതു വാസവൻ. അപ്പൊ ആരോഗ്യവകുപ്പിന് എന്താ പരിപാടി? ആരോഗ്യവകുപ്പല്ലേ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. വാസവന്റെ പത്രികയിൽ വെച്ചേക്കുന്ന കാര്യങ്ങളാണ് മെഡിക്കൽ കോളേജിൽ. അതാണ്. പക്ഷെ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ വരുന്ന സംഭവമാണ് മെഡിക്കൽ കോളേജ്. മൊത്തത്തിലുള്ള കാര്യം മണ്ഡലത്തിന്റെ വികസനത്തെ ആ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിക്ക് പിന്നെ എഴുതാൻ പാടില്ല. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു സംഭവം വികസനമായിട്ട് മാറ്റാൻ പറ്റുമോ? മെഡിക്കൽ കോളേജ് വികസനമായിട്ട് പറയാൻ പറ്റുമോ? മെഡിക്കൽ കോളേജ് വികസനമായി പറയാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും പറയാൻ പറ്റും. മെഡിക്കൽ കോളേജിലെ ഞാൻ മെഡിക്കൽ കോളേജിൽ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത് എന്ത് മാറ്റമുള്ള ഇപ്പൊ മാറ്റം എന്ന് പറഞ്ഞാൽ പുതിയൊരു സർജറി ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റ്. കേരളത്തിൽ മൊത്തത്തിൽ നേരത്തെ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് മേഖലയിൽ ഒരു 15ഓളം ഡയാലിസിസ് യൂണിറ്റ് ഉള്ളായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അത് 130ഓളം ഡയാലിസിസ് യൂണിറ്റ്. അതിലിപ്പം നേരത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുള്ള കാരിത്താസിലൊക്കെ പോകേണ്ടി വരുന്നത് ഡയാലിസിസ്. ഒന്നാം പിണറായി സർക്കാർ എന്താ ചെയ്യാത്തെ? ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് അവിടെ ഉണ്ടായ ദുരിതങ്ങളും, അതായത് കൊറോണ വന്നു, നിപ്പ വന്നു, ഓക്കി ചുഴലിക്കാറ്റ് വന്നു, അതെ, അതിന്റെ കൂടെ തന്നെ ഇത്രത്തോളം വികസനങ്ങൾ, അതായത് നമ്മള് എന്താ പറയാ, അത്തരം കാര്യങ്ങൾ അവരുടെ ദുരിതത്തെ നല്ല രീതിയിൽ എന്ത് ചെയ്തു, പ്രതിരോധിച്ചു, അതിജീവിച്ചു. അപ്പൊ എന്താണെങ്കിലും MLA മറന്നെങ്കിൽ പോലും പിന്നെ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളിൽ പറയാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഞാൻ ഈ നടക്കുന്ന ഇനി അപ്പുറത്തേക്ക് എടുത്ത് പോട്ടെ. ഇതുവരെ മിടിക്ക് പേരെന്താ? ഗൗരി. ഏതാ ഡിപ്പാർട്ട്മെന്റ്? കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഗൗരി കണ്ടറിയാം എന്നിട്ട് പാട്ട് പാടുന്നല്ലേ? ഗൗരി പാട്ട് പാടല്ലേ? കണ്ട പാടുന്നു. പക്ഷെ പാട്ടിലേക്ക് പിന്നെ വരാം. ഗൗരിയുടെ എന്താ ഒരു എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷൻ ഒക്കെ? എങ്ങനെയുണ്ട്? ടൈറ്റ് ആണോ? വോട്ട് ചെയ്തിട്ടുണ്ടോ നേരത്തെ? എവിടെ? ഏറ്റുമാനൂർ മണ്ഡലാണോ വീട്? എവിടെ? അപ്പൊ ഏറ്റുമാനൂർ തന്നെ. അപ്പൊ എങ്ങനെയാ ഏറ്റുമാനൂരിന്റെ ഒരു പതിവ് രീതി ഇത്തവണ ആവർത്തിക്കുവോ? അതറിയില്ലല്ലോ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വോട്ട് ചെയ്യാൻ പോലും ഇത്തവണ ഉറപ്പായിട്ടും പോകും. ഓക്കെ, അപ്പം എത്രാമത്തെ വോട്ടായിരുന്നു പറഞ്ഞേ? മറന്നുപോയോ? 2, 3? 2 അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായിരിക്കും അവസാനം വോട്ട് ചെയ്തത് അല്ല? അതിനുശേഷം തദ്ദേശത്ത് വോട്ട് ചെയ്തായിരുന്നോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.